ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ തോട്ടങ്ങൾ പ്രതിസന്ധിയിൽ. കാലം തെറ്റിപ്പെയ്ത മഴയും ആലിപ്പഴ വീഴ്ചയുമാണ് ആപ്പിൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഉത്തരേന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധിയിലേക്കാണ് കർഷകരെ എത്തിക്കുന്നത്. ഇത്തവണ ആപ്പിൾ ഉൽപാദനം 40% കുറയുമെന്നാണ് കണക്കാക്കുന്നത്. 5000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന മേഖലയിൽ കർഷകർ ആശങ്കയിലാണ്. 8 ജില്ലകളിലായി 2.5 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ആപ്പിൾ കൃഷി നടത്തുന്നത്. കഴിഞ്ഞ വർഷം 6.99 ലക്ഷം മെട്രിക് ടൺ ആപ്പിൾ ലഭിച്ചിരുന്നു. എന്നാൽ അത് ഈ വർഷം 4.36 ലക്ഷം മെട്രിക് ടണ്ണായി ചുരുങ്ങുമെന്നാണ് കണക്ക്. ശൈത്യകാലത്ത് ആവശ്യത്തിന് മഞ്ഞ് പെയ്യാത്തതും വസന്തകാലത്ത് അപ്രതീക്ഷിതമായ മഴയും ആലിപ്പഴ വർഷവും ആപ്പിൾ കൃഷിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ആഗോളതാപനം കാരണം ഹിമാലയൻ താഴ്വരയിലെ താപനില 1 മുതൽ 1.5 ഡിഗ്രി വരെ കൂടി. ആപ്പിൾ നന്നായി വളരാൻ ആവശ്യമുള്ള തണുപ്പ് ഇപ്പോൾ ലഭിക്കുന്നില്ല. വളം, കീടനാശിനികൾ, യന്ത്രങ്ങൾ എന്നിവയുടെ വില കൂടിയതും കർഷകർക്ക് പ്രതിസന്ധി കൂട്ടി. ജലസേചന സൗകര്യങ്ങളില്ലാത്തതിനാൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും മഴയെയും കാലാവസ്ഥയും ആശ്രയിച്ചാണ് കൃഷി കൊണ്ടുപോകുന്നത്. ആപ്രിക്കോട്ട്, ചെറി, പ്ലം തുടങ്ങിയ മറ്റു പഴങ്ങളുടെ ഉൽപ്പാദനത്തെയും കാലാവസ്ഥ ദോഷകരമായി ബാധിച്ചു. ഹിമാചലിൽ ആപ്പിൾ ഉൽപ്പാദനം കുറഞ്ഞാൽ രാജ്യത്തെ മുഴുവനായി തന്നെ അത് ബാധിക്കും. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഹിമാചലിൽ നിന്നാണ് ആപ്പിൾ എത്തുന്നത്. ഇനി ആപ്പിളിന്റെ ഡിമാൻഡും വിലയും കൂടാൻ സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.